വരും വർഷങ്ങളിൽ റോബോട്ടിക് സർജറി പോലുള്ള അത്യാധുനിക മെഡിക്കൽ ട്രീറ്റ്മെന്റ് രീതികൾ എല്ലാ ഹോസ്പിറ്റലിലും സജീവമാവും. അതിനോടനുബന്ധിച്ച് മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾക്കും വളരെയധികം ചിലവേറും. ഇതിൽ മുന്നിൽ കണ്ടിട്ടാവണം 2025 പുറത്തു വരുന്ന എല്ലാ ഇൻഷുറൻസുകൾക്കും പരിധികളില്ലാത്ത ഇൻഷുറൻസ് കവറേജ് ഓഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏത് പ്രായക്കാർക്കും 100 വയസ്സുള്ള ഒരു വ്യക്തികൾക്ക് പോലും ഇൻഷുറൻസിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഈ പോളിസികളിലെല്ലാം പരിധികളില്ലാത്ത കവറേജ് വരുന്നതോടുകൂടെ എത്ര കോടിയുടെ ക്ലെയിം ആയിരുന്നാലും ആ ഇൻഷുറൻസിൽ സെറ്റിൽ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ നോ ക്ലെയിം ബോണസിന് പ്രസക്തി ഇല്ലാതാവുന്നു. അതോടൊപ്പം ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ എന്ന ബെനിഫിറ്റിനും പ്രസക്തി ഇല്ലാതാവുന്നു. ആ പോളിസികളിൽ സാധാരണ ഒരു പ്രായം കഴിയുമ്പോൾ ഇൻഷുറൻസ് പ്രീമിയത്തിൽ വർധന വരുന്നതാണ്. എന്നാൽ പുതിയ പോളിസികളിൽ ക്ലെയിമില്ലാത്ത വർഷമാണ് ഈ വർഷമെങ്കിൽ ആ വർഷം പ്രീമിയത്തിൽ വർധന വരുന്നില്ല. ക്ലെയിമില്ലാത്ത വർഷങ്ങളിൽ ഇൻഷുറൻസ് പുതുക്കുമ്പോൾ പഴയ പ്രീമിയം തന്നെയായിരിക്കും പുതുക്കേണ്ടത്. അതായത് ക്ലെയിമില്ലാത്ത വർഷങ്ങളിൽ ഇൻഷുറൻസ് പുതുക്കുമ്പോൾ പഴയ പ്രീമിയത്തിലായിരിക്കും പുതിയ ഇൻഷുറൻസും പുതുക്കേണ്ടത്. എല്ലാത്തിനുപരി ഇൻഷുറൻസ് കസ്റ്റമൈസബിൾ ആണ്. കസ്റ്റമറിന് ആവശ്യാനുസരണം ആവശ്യമുള്ള ഫീച്ചേഴ്സ് ബെനിഫിറ്റുകൾ ആഡ് ചെയ്യാനും ആവശ്യമില്ലാത്ത ബെനിഫിറ്റ് ഒഴിവാക്കുന്നതിനും ഈ ഇൻഷുറൻസുകൾ സാധിക്കുന്നതാണ്. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ മറ്റ് വീഡിയോസ് കൂടെ കാണുക.